ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു സഫീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു, എനിക്കും സുഖം തന്നെ. അപ്പോൾ പിന്നെ കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ബറാത്തിൻ്റെ നോമ്പിൻ്റെ ആ ഒരു ദിവസം എടുത്തു വെച്ചതാണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വീഡിയോ ഇടാത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, മടി മാത്രമാണ്, പ്രത്യേകിച്ച് ലെങ്ത് വീഡിയോ ഇടാൻ. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് തന്നെ മസാലയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഒരു മസാലൻ്റെ ഒരു ഇത് തയ്യാറാക്കാം ഈ ബീഫ് കറിക്ക് ആവശ്യത്തിനുള്ള. അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് മല്ലി, പൊടിക്കാത്ത മല്ലി, വറ്റൽമുളക്, ഗ്രാമ്പ്, പട്ട, ഏലക്കായ്, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുരുമുളക്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് ബീഫ് കറിക്ക് നമ്മൾ എന്താ പറയുക, നോമ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇതൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു മസാല ആക്കിയിട്ട് പൊടിച്ചിട്ട് നമുക്കൊരു ബോട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് കുറച്ചുകൂടി ഒരു മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്ത് വെച്ചിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറിക്ക്. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കാണാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൂടെയോ പിന്നെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താപ്പാ അതുപോലെ വീഡിയോ ഇടാത്തത്, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ റെസിപ്പി കണ്ടിട്ട് നമ്മൾ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു എനർജിയും കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. ഇനിയിപ്പോൾ ഇത് അതൊരു കുക്കറിലേക്ക് നല്ലോണം വേവിച്ചെടുക്കുക. വേറെ ഒരു പൊടി ഇടുന്നില്ല, വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിൽ ഞാൻ വൈകുന്നേരം എന്താ പറയുക, നോമ്പ് തുറക്കാനായിട്ട് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എന്താ പറയുക, നല്ല പീസ് എടുത്തിട്ട് ഇറച്ചിപ്പത്തിൻ്റെ പണ്ടുണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് കറിയിലാക്കുമ്പോൾ ഒരേ സ്റ്റൈലിൽ തന്നെ ആക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഇതുപോലെല്ലാം ഒന്ന് ഇടക്കാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഇതാ വേവിച്ചിറച്ചിയിൽ കുറച്ച് മസാലപ്പൊടി, ഒരുപാട് മസാലപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ലേ, അത് കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ബീഫ് കറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെ തന്നെയായിരിക്കും. പിന്നെ പ്രത്യേകമായിട്ട് കുരുമുളക് പൊടിയോ ഗരം മസാലപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ലേ, കാരണം എല്ലാ ഒരു മസാലപ്പൊടി തന്നെ ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതാ ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചൊരു പാത്രം ഉണ്ടായിട്ടുണ്ടല്ലോ, ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഇറച്ചിപ്പത്തിൻ്റെ ഉണ്ടാക്കേ. ആവശ്യത്തിനുള്ള എന്താ പറയുക, ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചതുക്കിയ ആ ഒരു ബീഫ് കറിക്കിനെ ചതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇട്ടിട്ട് അതൊന്ന് ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ട് നമുക്ക് നേരത്തെ ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ബീഫ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കേ. ഒരുപാടൊന്നും ഇതാക്കാതെ അരക്കാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾ പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് ഒരു നല്ലൊരു പണ്ടാക്കി വെക്കുക. പണ്ടെന്ന് പറയുന്നത് എന്താ പറയുക, ഇറച്ചിപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു മസാലക്കാണ് നമ്മൾ പണ്ടെന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഈ ഇറച്ചിപ്പത്തിൻ്റെ ഈ ഒരു വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഒരു ചെറിയ തിരക്കായിപ്പോയി. അപ്പം പിന്നെ വേഗം തന്നെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്തായാലും ഒരുപാട് ലെങ്ത് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുവേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുതേ.